22 MLA-മാരും 5 മന്ത്രിമാരുമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശോഭയോടുകൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുസ്ലിം ലീഗ് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി, മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി പിന്നെ ഡക്കാൻ ഹെറാൾഡ് പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. അങ്ങനൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് 1950-ൽ. ആരോ പറയുന്നത് കേട്ടു, എന്താണ് SNDP-യുടെ വെള്ളാപ്പള്ളിയും NSS-ന്റെ സുകുമാരൻ നായരൊന്നും ഇല്ലാത്തൊരു സത്യപ്രതിജ്ഞ കുറെ കാലത്തിന് ശേഷം കണ്ടു എന്നൊക്കെ. പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടല്ലോ, അതെ അതെ അതെ, അത് മുഴുവനായിട്ടും പിണറായിസത്തിനെതിരെ അതൊന്ന് ആഘോഷിച്ച് തീർത്തു. അതാണ് ആഘോഷിച്ച് തീർത്തു എന്നുള്ളതാണ്. നമ്മളെ തൊട്ടു ബാക്കിൽ കയറുന്ന സെക്രട്ടേറിയറ്റ് ആണ്. അതിന്റെ എല്ലാ കവാടങ്ങളും നമ്മൾ തുറന്നാണ് ഇപ്പൊ ഇന്ന് കാണുന്നത്. സാധാരണ അത് അടഞ്ഞ കിടക്കാറ്. അതും ഈ പരിസരങ്ങളൊക്കെ, അതായത് ഈ ഭരണമാറ്റത്തിന്റെ ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ മൊത്തമുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കാണണം, മനുഷ്യന്മാരെ മുഖത്ത് നോക്കുമ്പോൾ വലിയൊരു സന്തോഷം. വാക്ക് പാലിച്ച് VDS സർക്കാർ എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട 2 ഗ്യാരണ്ടികൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, അങ്ങനൊരു സെൻറ്റൻസ് ഇവിടെ കേട്ടപ്പോൾ ഉണ്ടായൊരു ആർപ്പുവിളി നമ്മൾ തത്സമയം സാക്ഷിയായവരാണ്. UDF-ന്റെ ചരിത്രത്തിലെ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ചരിത്ര വിജയം നേടി ഒരു മാസ്മരിക ഒരു റീ എൻട്രി നടത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആർപ്പുവിളികളോടെയാണ് ജനങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് ഒരു സ്പെഷ്യൽ ആർപ്പുവിളികൾ ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസത്തെ ഓരോ മുസ്ലിം ലീഗുകാരൻ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഷാഫി പറഞ്ഞതുപോലെ ഇവിടെ രാവിലെ സൂചി കുത്താൻ ഇടമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതായത് നമുക്കൊന്നും ജനങ്ങൾക്ക് ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ, അതായത് VIP പാസ് ഉള്ളവർ പോലും പുറത്ത് നിൽക്കുന്നൊരവസ്ഥ. അല്ല, രാവിലെ 7 മണിക്ക് മുമ്പ് ചെയറുകൾ നിറഞ്ഞു. അതെ, ചെയറുകൾ നിറഞ്ഞു. എനിക്ക് തോന്നുന്നു 6-6:30-ക്കൊക്കെ ആളുകൾ എത്തി തുടങ്ങി. 6 മണിയോടുകൂടെ ആളുകൾ എത്തി തുടങ്ങി. അതായത് 10 മണിക്കുള്ള സത്യപ്രതിജ്ഞക്കാണ് ആ വരവ് എന്ന് ഓർക്കണം നമ്മള്. അതെ അതെ അതെ. അപ്പൊ അത്രത്തോളം ആളുകൾ പിന്നെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി എന്ന് തന്നെ പറയാം. പല ചാനലുകളിലും നമ്മൾ കണ്ടു. അല്ല, അധികം സാധാരണക്കാരായ പ്രവർത്തകരാണ്. അവര് ബാരിക്കേഡുകൾ ചാടിക്കടന്നും ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള VIP പാസ്സൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് VIP പാസ്സൊക്കെ ഉണ്ടല്ലോ, ഒരു 8 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം എത്തിയാൽ മതി വിചാരിച്ചിരുന്നു. പക്ഷെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ അതൊക്കെ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അതൊരു ആവേശമാണ് അവരെ. അത് തീർത്തും സാധാരണക്കാരായ ആളുകൾ ആരുടെയും പ്രേരണയില്ലാതെ 10 വർഷത്തെ അവരുടെ ഒരു ആവേശത്തിൻ്റെ അണപൊട്ടലാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് പിന്നെ അത്രയും അതിരാവിലെ തന്നെ ആളുകൾ ഓടി വരുന്നു, സീറ്റുകളിൽ ഇടം പിടിക്കുന്നു, സൈഡുകളിൽ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് തള്ളൽ വരുന്നു. അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10 വർഷത്തെ ഈ ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും അതാണ് ആഘോഷിച്ച് തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചാനലുകളിലൊക്കെ പറഞ്ഞിരുന്നു, ഈ അടുത്ത കാലത്തൊന്നും, അതായത് ഇതിനു മുമ്പ് പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്രയും ഒരു ആരവം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് മാത്രം ഞാൻ കണ്ടൊരു വ്യത്യാസം കഴിഞ്ഞ 2021 പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അത് നമ്മളത് നിരീക്ഷിച്ചിട്ടുണ്ട്, നേരിട്ട് ഇവിടെ വന്നില്ലെങ്കിലും. ഫ്രണ്ട് റോയില് കേരളത്തിലെ മുഖ്യധാര സംഘടനകളുടെ മേലധ്യക്ഷന്മാര് അവരൊക്കെ ഫ്രണ്ട് റോയിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രിവിലേജുകളൊന്നും ഇല്ലാത്ത ഒരു പൊതുജനങ്ങളുടെ ഒരു പരിപാടിയായിട്ടാണ് ഇന്ന് കണ്ടത്. ശ്രദ്ധിച്ചോ? ജനകീയമായൊരു ഇവന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ പല നേതാക്കളെയും ഇവിടെ സീറ്റ് കിട്ടാതെ അലയുന്നത് കണ്ടു. ദേശീയ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ള ആളുകൾ പലരും സീറ്റ് കിട്ടാതെ പുറത്ത് ഏന്തി വലിഞ്ഞു നോക്കുന്ന അവസ്ഥ ഉണ്ടായി. അതായത് അത്രത്തോളം ആളുകളുടെ ഒരു വരവുണ്ടായി എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരുടെ ഉത്സവമായിരുന്നു, പ്രിവിലേജ്ഡ് മനുഷ്യരുടെ ഒരു പരിപാടി ആയിരുന്നില്ല. അല്ല, അതായത് അങ്ങനെ ക്ഷണിക്കപ്പെട്ട ആളുകളല്ല, ക്ഷണിക്കപ്പെട്ട സദസ്സിനൊന്നും പ്രസക്തിയില്ല. ആരോ പറയുന്നത് കേട്ടു, SNDP-യുടെ വെള്ളാപ്പള്ളിയും NSS-ന്റെ സുകുമാരൻ നായരൊന്നും ഇല്ലാത്തൊരു സത്യപ്രതിജ്ഞ കുറെ കാലത്തിന് ശേഷം കണ്ടു എന്നൊക്കെ. അത് ശരിയായിരിക്കാം.
അതായത് പിന്നെ അവരൊക്കെ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് കേരളം ഏറ്റെടുത്തൊരു തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞു പോയത്. അവരാഗ്രഹിച്ചത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വീണ്ടും വരുമെന്നാണ്. ആ തുടർഭരണത്തിന് വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു. അതിനുവേണ്ടി ഈ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാൻ ശ്രമിച്ചു. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേര്, ഓമന പേരിട്ടിട്ട് സമൂഹത്തിൽ വലിയ വർഗീയത പറഞ്ഞു. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വർഗീയത പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്നെ കേരളത്തെ മാറ്റിമറിക്കാമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതായത് കേരളം മതനിരപേക്ഷ പക്ഷത്തിൻ്റെ കൂടെ നിന്നും, അതായത് ഈ UDF പ്രതിനിധാനം ചെയ്യുന്നത് മതേതര കേരളത്തെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയൊരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതായത് ഇത്തരം വിദ്വേഷ പ്രചാരകർക്കൊന്നും ഒരു ഇടവും കൊടുക്കാത്തൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെതായ ആ ഒരു ആഘോഷം കൂടി നമ്മൾ ഇന്ന് ഇവിടെ കണ്ടു, ജനാധിപത്യത്തിൻ്റെ ഉത്സവം. പിന്നെ എടുത്തു പറയേണ്ടത് ലീഗ് എന്തൊക്കെയോ കൊണ്ടുപോകുന്നുള്ളൊരു ഡിസ്കഷനായിരുന്നു. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും. ഇപ്പോൾ രണ്ടാമനായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ കുറേ നരേറ്റീവ് ഉണ്ടാക്കി ലീഗ് എന്തോ അനർഹമായി നേടുന്നു. അതായത് തുടക്കം മുതൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാകുമോ, മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടുപോകുമോ, അതുപോലെ തന്നെ പിന്നെ UDF-ന്റെ ഭരണം വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. പിന്നെ ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് പിന്നെ മന്ത്രിയാകുമ്പോൾ അതിൻ്റെ ചിത്രം അടിയിൽ ആരോ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇത് പിന്നെ അമീറിനെ വിളിച്ചോന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് പിന്നെ ഇങ്ങനെ പുള്ളുകൾ പറഞ്ഞിട്ട്, നുണകൾ പറഞ്ഞിട്ട് ഈ കേരളത്തെ പിന്നെ വിഷലിപ്തമാക്കാനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളതാണ്. ആ ശ്രമത്തെ പിന്നെ വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചു, ജനം പ്രതിരോധിച്ചു. ആ ജനത്തെയാണ് നമ്മളിവിടെ കണ്ടത്. അത് കേരളം നിങ്ങൾക്ക് വിട്ടുതരില്ല എന്നൊരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞു. ആ ജനത്തെയാണ് നമ്മളിവിടെ കണ്ടത്. അതിന് ജാതിയില്ല, മതമില്ല, പിന്നെ ഭാഷയും വർഗവും വർണ്ണവും അങ്ങനെ ഒരു ഭേദവും ഇല്ലാത്ത മനുഷ്യർ. ഇവിടെ എന്തായാലും UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാരിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള 5 മന്ത്രിമാർ എന്ന ഒരു അഭിമാന നേട്ടം മുസ്ലിം ലീഗിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിലും, അതായത് കഴിഞ്ഞ UDF മന്ത്രിസഭയിലും 5 മന്ത്രിമാരാണ് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത്. ഈ മന്ത്രിസഭയിലും മുസ്ലിം ലീഗ് 5 മന്ത്രിമാരുടെ പ്രാതിനിധ്യത്തോടുകൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വകുപ്പുകളും ഏറെക്കുറെ പഴയ പോലെ തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. PWD, തദ്ദേശം, വിദ്യാഭ്യാസം, അതെ, ന്യൂനപക്ഷ ക്ഷേമം, വ്യവസായം, IT, പൊതുമരാമത്ത് വകുപ്പ്, പിന്നെ ഫിഷറീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മുസ്ലിം ലീഗിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു പുതിയ വകുപ്പ് കൂടി വരാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസം കൂടിയാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 5 MP-മാരും അതുപോലെ തന്നെ 24 MLA-മാർ, തമിഴ്നാട്ടിൽ 2 MLA-മാർ ഉൾപ്പെടെ 24 MLA-മാരും 5 മന്ത്രിമാരുമുള്ള ഒരു വലിയ പാർട്ടിയായി. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായ ഒരു ഇലക്ഷനും കൂടിയാണ് കഴിഞ്ഞു പോയത്. അതെ അതെ, മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി ജനാധിപത്യ വിശ്വാസികൾ മൊത്തം കാതോർക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അതെ, അവിടെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധത്തോടുകൂടിയ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിലെ MLA-മാര് അവിടെ നിന്നുള്ള നേതാക്കളെയൊക്കെ കണ്ടു. അതെ അതെ, അതായത് വലിയ ഓഫറുകൾ, അതായത് പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾ മുന്നിൽ വെച്ചിട്ട് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ട് അതൊന്നും വേണ്ട എന്നൊരു സിമ്പിളായിട്ട് നോ പറഞ്ഞു. അതൊരു നേതാവിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. അതായത് അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറത്താണ് ഞങ്ങളുടെ വിശ്വാസ്യത എന്ന് അദ്ദേഹം പറയാണ്. ഞങ്ങൾ DMK മുന്നണിയുടെ കൂടെയാണ്. ആ മുന്നണി ഞങ്ങളോട് പറയാണ്, നിങ്ങൾ പിന്നെ നിലവിലുള്ള ഭരണഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ TVK പിന്തുണക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറയാം. അപ്പോൾ അന്നും ഇന്നും എന്നും ഞങ്ങൾ ഈ DMK-ൻ്റെ കൂടെയാണെന്നാണ് ഖാദർ മൊയ്തീൻ സാഹിബ് പറഞ്ഞത്. ആ പറച്ചിൽ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ മന്ത്രിസ്ഥാനവും പൈസയൊക്കെ ഓഫർ ചെയ്തത്. പക്ഷേ അതൊന്നും അവർ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, DMK പറഞ്ഞപ്പോൾ മാത്രമാണ് എന്ത് ചെയ്തത്, പിന്നെ മുസ്ലിം ലീഗും CPM ഉൾപ്പെടെയുള്ള കക്ഷികളും TVK പിന്തുണച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലം, ഈ പുതിയ കാലം നമ്മൾ പറയേണ്ടതുണ്ട്. പുതിയ കാലം കേരളത്തിലാണ്. ഇപ്പോൾ BJP ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും BJP-യുടെ ഒപ്പണൻ്റ് എന്നുള്ളത് CPM ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. നമ്മളത് കണ്ടല്ലോ, ഈ CM-നെ പ്രഖ്യാപിച്ചപ്പോൾ ചെയ്ത് കൂട്ടിയ കാർട്ടൂണുകളും, അതായത് 3-4 പിന്നെ AI ഇമേജുകളാണ് BJP കേരളം എന്ന ഒഫീഷ്യൽ പേജിൽ വന്നത്.
അതായത് വിദ്വേഷം ജനിപ്പിക്കുന്ന. അല്ല, വി ഡി സതീശനെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു എന്നുള്ള രൂപത്തിലാണ്. വി ഡി സതീശന് വേണ്ടി കേരളം ഇവിടെ മുറവിളി കൂട്ടുമായിരുന്നു. അത് നമ്മൾ കണ്ടതല്ലേ? ജെൻസി മുതൽ, ചെറിയ കുട്ടികൾ മുതൽ, ആൽഫ എന്തൊക്കെ തലമുറയുണ്ടോ അത് മുതൽ മുതിർന്നവർ വരെ കേരളം മുഴുവൻ സതീശന് വേണ്ടി ശബ്ദിച്ചു. മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കി, മുസ്ലിം ലീഗ് അതിന്റെ കൂടെ നിന്നു. പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. MLA-മാരിൽ ഒരാൾ മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞു. CP ജോൺ പറഞ്ഞു, പിന്നെ RSP പറഞ്ഞു, ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇങ്ങനെ എല്ലാ കക്ഷികളും പറഞ്ഞു. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗും പറഞ്ഞു. പക്ഷേ മുസ്ലിം ലീഗ് മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടു. അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. പക്ഷേ ഇത് പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി ആയാലും പിന്നെ ശശികലയെ പോലുള്ള ആളുകളും ഇവരൊക്കെ പറയുന്ന ഈ വർഗീയതയോട് കൂട്ടപിടിക്കുന്ന ഒരു സമീപനം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വലിയൊരു മാറ്റമാണ്. അതായത് CPM ചെറുതായിട്ടൊക്കെ തള്ളി പറഞ്ഞു, സജി ചെറിയാൻ വരെ തള്ളി പറഞ്ഞു, നമുക്ക് ചെറിയാൻ പറഞ്ഞു. നേതാക്കൾ, ഡിവൈഫൈയുടെ നേതാക്കളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് മനസ്സിലായി. ഈ റിസൾട്ടോട് കൂടിയൊക്കെ ചെറുതായിട്ടൊക്കെ അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിനെ മുൻനിർത്തി കേരളത്തിലൊരു വർഗീയ വിഭജനത്തിന് വേണ്ടി BJP ശ്രമിക്കുന്നു എന്നും ആ BJPയുടെ ശ്രമത്തോട് CPM കൂട്ടുചേരേണ്ടതില്ല എന്നും CPM വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയുന്നു എന്നുള്ളത് വലിയ മാറ്റമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എഴുതിയിരുന്നത്, CPM-നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാനുള്ള ഒരു 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 സൂചന കൂടിയാണ്. അതായത് മതനിരപേക്ഷ ചേരിയിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും ശക്തമായിട്ടുള്ള പിന്നെ മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ CPM-ന് ലഭിക്കുന്ന അവസരങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കളഞ്ഞു കുളിച്ചു എന്ന് മാത്രമല്ല, ഇത്തരം വിദ്വേഷ പ്രചാരകർ കൂടെ പിടിക്കുന്ന സമീപനം സ്വീകരിച്ചു. അതിൻ്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്ന് അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് നാഴികക്ക് 40 വട്ടം ആകുമ്പോഴാണ് പറഞ്ഞ സമയത്തൊന്നും ഇവർ കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റത്തെ അവർ ഉൾക്കൊള്ളുന്നത് നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ സ്വാഗതാർഹമാണ് എന്ന് ഈ നിമിഷത്തിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ പുതിയ കാലത്ത് മാത്രം ഉണ്ടായ ഒന്നല്ല. ഇപ്പോൾ ജന്മം കൊണ്ട കാലം 947 ശേഷം ഇപ്പോൾ വിഭജനാനന്തരമുള്ള ഒരു കാലമുണ്ട്. അന്ന് മുസ്ലിം ലീഗ് പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി സകല പണികൾ എടുത്ത ആളുകളുണ്ട്. 950 മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിന് ഒരു അതാണ് ഈ ആ തെരഞ്ഞെടുപ്പ്. അതായത് മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി, മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി പിന്നെ ഡക്കാൻ ഹെറാൾഡ് പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. അങ്ങനൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് 950. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥി പിന്നെ MPM ഹസൻകുട്ടി കുരിക്കൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് മുസ്ലിം ലീഗിന് ഒരു ആത്മവിശ്വാസം കിട്ടുന്നത്. പിന്നെ 952 അതായത് ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ 5 MLA-മാർ മുസ്ലിം ലീഗിനുണ്ടായി മദ്രാശി അസംബ്ലിയിൽ. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയൊരു ജൈത്രയാത്രയാണ്. 22 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയിരിക്കും. 52 മദ്രാശി അസംബ്ലിയിൽ 5 MLA-മാരാണെങ്കിൽ 57 അത് 8 MLA-മാരായി മാറി. അതായത് ഒന്നാം EMS മന്ത്രിസഭ വരുമ്പോൾ മുസ്ലിം ലീഗിന് 8 MLA-മാരുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രയാണമാണ്. അപ്പോൾ വലിയ പരീക്ഷണങ്ങൾ നടന്നു. അപ്പോൾ അന്നൊന്നും മുസ്ലിം ലീഗിനെ ഒരു തൊട്ടുകൂട്ടാൻ പറ്റാത്തൊരു പാർട്ടിയായിട്ട് കണ്ടിരുന്നവർ പിന്നീട് നമുക്ക് ഏറ്റവും തിരിച്ചടി നേരിട്ട സമയമുണ്ട് 2006 അതെ, അത് അതിനിടയ്ക്ക് നമ്മൾ ഒറ്റക്ക് സംഖ്യയിലേക്ക് അത് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞ 57 അത് തിരിച്ചെത്തി. അതൊക്കെ ജനങ്ങൾ പിന്നെ ജനങ്ങളൊരു റൂട്ട് കാണിച്ചു തരാം. വേരിയേഷൻ ഉണ്ടാവുമ്പോൾ അതായത് നമ്മൾ കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയാൽ ജനം കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ 60 പിന്നെ ത്രികക്ഷി സഖ്യം ഉണ്ടായി, സിദി സാഹിബ് സ്പീക്കറായി. 67 സപ്തകക്ഷി മുന്നണി ഉണ്ടായി, 2 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ടായി. അതിനുശേഷം പിന്നെ 70കളിൽ മന്ത്രിസഭകളുടെ ഭാഗമാകുന്നു. ഐക്യമുന്നണി രൂപീകരിക്കുന്ന മുസ്ലിം ലീഗാണ്. ഇപ്പോൾ 69 അച്യുതമേനോനെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയാക്കുകയാണ്. 70 ആ മന്ത്രിസഭ തുടരുകയാണ്. അപ്പോൾ ഈ കേരളത്തിലുണ്ടായ പിന്നെ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കേരളത്തെ മാറ്റിമറിച്ച ഒരുപാട് മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് മാറുകയാണ്. 80കളിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാവുകയാണ്. 79 CH മുഖ്യമന്ത്രിയാവുക. അതിനുശേഷം പിന്നെ CH പിന്നെ ഉപമുഖ്യമന്ത്രിയാവുന്നുണ്ട്. CHൻ്റെ ആ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഔക്കാദർ കെട്ടി നഹ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റുമോ, ഉപമുഖ്യമന്ത്രി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊന്നും ഈ ചരിത്രം അറിയാത്തവരാണ്.
പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വലിയ പ്രയാണം. അതിൻ്റെ ഇടക്കാണ് ഷാഫി പറഞ്ഞ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയത്. പക്ഷെ ആ ഷോക്ക് ട്രീറ്റ്മെന്റ് പാഠം ഉൾക്കൊണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കി. അതെ, മുസ്ലിം ലീഗിന് വലിയ ഒരു മാർജിനിൽ ജയിക്കാൻ സാധിച്ചു 2001-ലും 2011-ലൊക്കെ. അപ്പോൾ 20 MLA മാരുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് വന്ന് പിന്നെ 17-ഉം 15-ഒക്കെ ആയി. ഏറ്റവും ഒടുവിൽ 2026-ൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 22 MLA മാർ എന്ന മാജിക് നമ്പറിൽ എത്തി നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗാണുള്ളത്. 22 MLA മാരും 5 മന്ത്രിമാരുമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശോഭയോടുകൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുസ്ലിം ലീഗ് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണം. നമ്മളെ തൊട്ട് ബാക്കിൽ കയറുന്ന സെക്രട്ടേറിയറ്റ് ആണ്. അതിന്റെ എല്ലാ കവാടങ്ങളും നമ്മൾ തുറന്നാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. സാധാരണ അത് അടഞ്ഞാ കിടക്കാറ്. അതും ഈ പരിസരങ്ങളൊക്കെ, അതായത് ഈ ഭരണമാറ്റത്തിന്റെ ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ മൊത്തമുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കാണണം, മനുഷ്യന്മാരെ മുഖത്ത് നോക്കുമ്പോൾ വലിയൊരു സന്തോഷം. മാത്രമല്ല പത്രക്കാരൊക്കെ സെൽഫിക്ക് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരുപാട് കാലത്തിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ എന്ത് ചെയ്തു, പ്രസ് മീറ്റ് ലൈവ് നടന്നു. അതെന്ന് പത്രക്കാർ പറയുന്നുണ്ട്. അതായത് പത്രക്കാർ എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പ്രതീതിയിലാണ്. അതായത് വലിയൊരു പിന്നെ നിയന്ത്രണങ്ങളുടെ കെട്ടുപാടുകൾക്കിടയിൽ കിടന്നിരുന്നൊരു മനുഷ്യർ പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിനെ കിട്ടി എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് ആ സെക്രട്ടേറിയറ്റ് കവാടത്തിലൂടെ ഒന്ന് നടന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വലിയ മാറ്റങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ അകത്തും പുറത്തും ഒക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ന് സെക്രട്ടേറിയറ്റ് അകത്ത് നടന്ന ഫസ്റ്റ് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാക്ക് പാലിച്ച് VDS സർക്കാർ എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട 2 ഗ്യാരണ്ടികൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്ന്, സ്ത്രീകളുടെ സൗജന്യ KSRTC യാത്ര, അത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പിലാക്കാൻ പോവാണ്. അതുപോലെ തന്നെ ആശമാർക്ക് കൊടുത്തിരുന്ന വാക്ക്, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നുള്ളത്, അത് 3000 രൂപയാക്കി കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വയോജനങ്ങൾക്കൊരു വകുപ്പ്, അത് ഇന്ത്യ രാജ്യത്ത് എവിടെയില്ല. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കൊരു വകുപ്പ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, അതായത് ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പാചക തൊഴിലാളികൾ, അതായത് അംഗൻവാടികളിലൊക്കെ പാചക തൊഴിലാളികൾ, ഇവർക്ക് 1000 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചതാണ്. അതെ. അപ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ സ്പർശിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഇത് വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. കേരളത്തെ മാറ്റിമറിക്കുന്ന ഒരു സർക്കാരായിട്ട് VDS സർക്കാർ മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.